എല്ലാരും ചിത്രം കാണുന്നില്ലേ? ചിത്രത്തില് ഇവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണുന്ന ഒരു ഇമോഷൻ ഉണ്ട് അല്ലെ? അതെന്താണ്? ഹാപ്പി ഇമോഷൻ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു ഫാമിലിയെ കണ്ടാൽ നമുക്കറിയാം എന്ത് ഈ ഒരു ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇത് ഹാപ്പി ഫാമിലിയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹാപ്പി ഫാമിലിനെ കുറിച്ചാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഫാമിലി ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെയാവണം? ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്, അല്ലേ? നോ യുവർ ചൈൽഡ്. എങ്ങനെയാണ് എൻ്റെ കുട്ടി? എൻ്റെ കുട്ടി വീട്ടിൽ എങ്ങനെയാണ്? എൻ്റെ കുട്ടി സ്കൂളിൽ എങ്ങനെയാണ്? എൻ്റെ കുട്ടി കൂട്ടുകാരുടെ ഇടയിൽ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എൻ്റെ കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, മെന്റൽ ഗ്രോത്തും ഇമോഷണൽ ഗ്രോത്തും അതുപോലെ തന്നെ അവന്റെ ഇമോഷണലി, മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ ഗ്രോത്ത് നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ട്. മെന്റൽ ഗ്രോത്ത് നമ്മൾ കണ്ടു മനസ്സിലാക്കണം. അവരുടെ ഏത് ചെറിയൊരു മാറ്റവും നമ്മൾ അറിയണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ അറിയണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിന് നമ്മൾ അവരെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കാണുക, അവരോട് കൂടെ കളിക്കുക, അവരുടെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ കൂട്ടായിട്ട് നമ്മൾ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ അവർക്ക് കൊടുക്കുക. നമുക്ക് നമ്മുടെ കുട്ടിയെ അറിയാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, സ്പെൻഡ് സം ടൈം. നമ്മൾ കുറച്ച് സമയം, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ തിരക്കിലായിരിക്കും. വീട്ടിലുള്ളവര് വീട്ടിലെ ജോലികളുടെ തിരക്കിലാവും, വർക്ക് ചെയ്യുന്നവര് വർക്കിംഗ് ടെൻഷനുകൾ ഉണ്ടാകും, വീട്ടിൽ വന്നാലും ചിലപ്പോൾ വർക്കിംഗ് ടെൻഷനുകൾ ബാക്കിയുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിരന്തരം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് തന്നെ സുഖമില്ലാതെ കിടക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നോക്കാനുണ്ടാവും. ചെറിയ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. ഇങ്ങനെ നമ്മൾ എത്തിപ്പെടേണ്ട, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ മക്കളെ നമ്മൾ വിട്ടുപോകരുത്. അത് ഏത് പ്രായക്കാരായിക്കോട്ടെ, നമ്മൾ അവരുടെ കൂടെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം. ചിലപ്പോൾ അതൊരു ഭക്ഷണം കഴിക്കുന്ന സമയമാവും. അതൊരു ഷെയറിങ്ങിന്റെ വേദിയാണ് ഭക്ഷണ സമയങ്ങൾ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഒരുക്കുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മളെ കുട്ടികളുമായിട്ട് കാര്യങ്ങൾ പറയാ, അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക, അവരുടെ കൂടെ കളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നമുക്കൊക്കെ പറ്റും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് യൂസ് പോസിറ്റീവ് കമന്റ്സ്. നമ്മൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ മക്കളോട് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ അധികം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക, നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അധികം പറയുന്നതും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോവരുത്, ഇങ്ങനെ കാണിക്കരുത്, അങ്ങനെ പെരുമാറരുത്, ഇങ്ങനെ പെരുമാറരുത്, ഇങ്ങനെയുള്ള ഒരുപാട് നോകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അവരോട് പറയുന്നുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു നോകളിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ട് ആ പറയാനുള്ള കാര്യം തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് പറയാം. അതായത് നീ എന്ത് ചെയ്യണ്ട, എങ്ങനെ ആവണ്ട എന്ന് പറയുന്നതിന് പകരം നീ ഇങ്ങനെ ആയിക്കൂടെ, നീ ഇത് ചെയ്തോ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ നമ്മുടെ കമന്റുകളെ ഒന്ന് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. ഇത് എപ്പോഴും നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നോ, എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ, അതിനനുസരിച്ച് അവരും പോസിറ്റീവായിട്ട് മാറും. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും അരുത് 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 എന്നുള്ള രീതിയിൽ നെഗറ്റീവുകളാണ് പറയുന്നത് എങ്കിൽ അത് അവരിൽ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചില ശീലങ്ങളെ, നമ്മുടെ ചില വാക്കുകളെയൊക്കെ എന്ത് ചെയ്യുക, മാറ്റി പറയാ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു ഡെമോക്രാറ്റിക് പാരന്റ് ആയിട്ട് നമ്മൾ മാറുക.
അവർക്ക് എന്ത് സപ്പോർട്ടിനും അവരെ കേൾക്കാൻ അവരുടെ കൂടെ നമ്മളുണ്ട് എന്നുള്ളൊരു തോന്നല് അവരിൽ ഉണ്ടാക്കുക. നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമ്മളെ കുട്ടികളെ നമ്മൾ മാറ്റുക. അപ്പൊ നമ്മള് കൂട്ടുകാരോട് കുട്ടികൾ എന്തും തുറന്നു പറയും, അതുപോലെ അവര് നമ്മളോടും എല്ലാം തുറന്നു പറയും. ബി എ ഡെമോക്രാറ്റിക് പാരന്റ്. താങ്ക് യു.